ഭക്ഷണത്തിനൊരു ടേസ്റ്റ് കിട്ടണമെങ്കിലേ ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇതാർക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലുണ്ടാവണം. ഇപ്പോഴേ കിട്ടുള്ളൂ. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്നുണ്ട് വേറെ സാധനത്തിൽ ചേർക്കണമെന്നല്ല. ടേസ്റ്റ് എന്നുണ്ട് ഒരു സാധനത്തിൽ ചേർക്കൊന്നുമല്ല. ചേർക്കുന്ന സാധനമുണ്ട്, അത് ഭക്ഷണത്തെ ടേസ്റ്റ് കൂട്ടണല്ല, അത് നാവിലുള്ള രസകുമിളങ്ങളെ ഇളക്കി പുറപ്പെടുവിക്കുന്ന സാധനമാണ് അജിനാമോട്ടോ. അജിനാമോട്ടോ ചേർത്തതുകൊണ്ട് ഭക്ഷണത്തിന് രുചി കൂട്ടൂല. പിന്നെന്താ, നാവ് ശരിയാക്കുകയാണ് ചെയ്യുന്നത്. അത് ക്യാൻസറിന് കാരണമാവും ചെയ്യും, മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകും. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരെയാണ് മനസ്സിൽ കാണുന്നത് എന്നാണ്. പള്ളിക്കത്തെ ഉസ്താദിന് ചെലവുള്ള അന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉസ്താദിനെ മനസ്സിൽ കാണും. അന്നത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ഉസ്താദിന് ഇനി അങ്ങനെ തന്നെ കൊടുക്കണ്ട കേട്ടോ, ഞാൻ എഴുതിയിട്ട് മാറ്റൊന്നും വേണ്ട. ഉസ്താദിന് അങ്ങനെ തന്നെ കൊടുത്തോളി. ഞാൻ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞതാണ്, ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. മറ്റത് അങ്ങനല്ല. മറ്റെന്താ, പണ്ടാറടക്കാൻ ഇപ്പൊ വരും, അപ്പൊ അതിന് എന്തെങ്കിലും ഒന്ന് ആക്കി തീർക്കണ്ടേ എന്നാണ്. അതെന്തെങ്കിലും ഒന്ന് ആക്കി തീർക്കുമല്ല, എന്താ എന്തെങ്കിലും ഒന്ന് ആയിത്തീരും, അത്രേ ഉള്ളൂ. തിന്നാൻ പറ്റിയ സാധനം ആവൂല. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരെ മനസ്സിൽ കാണുന്നു അത് പ്രധാനമാണ്. ഞാനത് പറഞ്ഞ എന്തിനാ വെച്ചാല്, തീ ഇങ്ങനെ കത്തിക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെല്ലുമ്പോ നമുക്ക് ചില ബോധങ്ങൾ വരാനുണ്ട്. ഔദും ബിസ്മിക്കാണ് ചെല്ലുമ്പോൾ. അതുകൊണ്ട് ഓരോ ദിക്റുകളും അതാത് സമയത്തുള്ള ദിക്റുകൾ ശീലമാക്കണം. പലതും അറിയാതെ ഇങ്ങനെ വന്നു പോകണം, അല്ലെങ്കിൽ നമ്മൾ മറക്കും. അപ്പൊ ശീലമാകുന്നത് വരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയും കുടുംബത്തിന്റെയും നമ്മുടെയും ശീലമാക്കി അത് മാറ്റുകയും വേണം. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളായി മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ നല്ല മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തരട്ടെ.